ഹലോ ഗായ്സ്, എങ്ങോട്ടാണ് തലക്ക് കൈയൊക്കെ കൊടുത്ത് പോണേന്നാണ് നോക്കണേ. വേറെ എങ്ങോട്ടും അല്ല, ചേച്ചിയുടെയും ചേട്ടൻ്റെ കൂടെ ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാ. കല്യാണമൊക്കെ വരികയല്ലേ, എൻ്റെ അല്ല ചേച്ചിയുടെ. വിശന്നിട്ട് കണ്ണുമൂക്കും കാണാൻ മേല. ഒരു കട അവസാനം ഞങ്ങൾ കണ്ടെത്തി ഗായ്സ്. ദം ബിരിയാണി നേരി വെച്ച് കണ്ടപ്പോൾ തന്നെ ചാടി ഇറങ്ങി. അങ്ങനെ ദേ ഒരു ഗ്രേപ്പ് ജ്യൂസൊക്കെ കുടിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ പ്ലേറ്റ് എത്തി. പുറകെ ഞങ്ങളുടെ ബിരിയാണി. ഹായ് ബിരിയാണി ഞങ്ങൾ ഓർഡർ ചെയ്തത് 2 ചിക്കൻ ബിരിയാണിയും 1 ബീഫ് ബിരിയാണി എൻ്റേതായിരുന്നു. എല്ലാം ട്രൈ ചെയ്യണം അല്ലേ ഗൈസ്. അങ്ങനെ ബീഫ് ബിരിയാണി ഞാൻ സന്തോഷത്തോടെ പ്ലേറ്റിലോട്ട് അങ്ങോട്ട് ഇട്ട് ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനും ചേച്ചിയും കൂടി ഒരു തർക്കമായിരുന്നു. തരൂല, ചിക്കൻ പീസ് എൻ്റെയാണ്, ഇല്ല ബീഫ് എൻ്റെയാണ്. അങ്ങനെ തർക്കത്തിൻ്റെ ഒടുവിൽ അവസാനം അവൾ എന്നെ സന്തോഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ചിക്കൻ പീസ് തന്നു. എന്താ പിന്നെ ഞാനൊരു ബീഫ് പീസ് കൊടുത്തേക്കാലേ. ഓക്കെ, അങ്ങനെ അവർ രണ്ടുപേരും ചിക്കനിൽ അംഗം വെട്ടിയപ്പോൾ ഞാൻ ദേ എൻ്റെ ബീഫുമായിട്ട് മുന്നേറാൻ പോകുന്നു ഗൈസ്. ആ ഒരു പീസ് അങ്ങോട്ട് എടുത്ത് ആ ചോറിൽ വെച്ചിട്ട് കുറച്ച് സാലഡ്, കുറച്ച് അച്ചാർ. അടിപൊളി, ഒന്നും പറയാനില്ല. ഇനി അച്ചാർ എന്തച്ചാറാന്നുള്ള ഡൗട്ട് ഞങ്ങൾക്ക് കഴിച്ച് തീരണ വരെ ഉണ്ടായിരുന്നു. കത്തിയില്ല ഞങ്ങൾക്ക് എന്തച്ചാറാന്നുള്ളത്. അടിപൊളി ടേസ്റ്റായിരുന്നു ഗൈസ്. ആ ഒരു ഫുഡ് വായിലോട്ട് വെച്ചപ്പോൾ തന്നെയുള്ള സന്തോഷം കണ്ടില്ലേ. അല്ലെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് അല്ലേ. അവൾ സ്നേഹത്തോടെ അറിഞ്ഞുകൊണ്ട് എനിക്കൊരു പീസ് തന്നാലും എനിക്ക് അവളുടെ പ്ലേറ്റിൽ കൈയിടേണ്ട ഒരു സമാധാനമില്ല. എന്നാൽ പിന്നെ അത് അങ്ങനെ തന്നെ നടക്കട്ടെ അല്ലേ. എന്താണെന്നറിയില്ല, കൈയിട്ട് നിന്നും ഒരു പ്രത്യേക ടേസ്റ്റാണ്. കൊള്ളാം. നോക്ക് ഗൈസ് എൻ്റെ പ്ലേറ്റ്. ഇതിൽ കൂടുതൽ ഞാനിപ്പോൾ ഒന്നും പറയണ്ടല്ലോ ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഒന്നും പറയാനില്ല, അടിപൊളി. പിന്നെ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലൈം നിർബന്ധമാണല്ലോ. അപ്പോഴേ നമുക്ക് ആ ഒരു തൃപ്തിയാവുള്ളൂ, ആ ഒരു ഫുൾഫിൽമെൻറ്റ് വരുള്ളൂ അല്ലേ. അങ്ങനെ ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടും അച്ചാർ ഏതാന്നുള്ള പിടുത്തം ഇതുവരെ കിട്ടിയിട്ടില്ല. അത് ഡൗട്ട് തന്നെയായിരുന്നു. അങ്ങനെ ഇറങ്ങാനായപ്പോഴാണ് അച്ചാർ എന്താണെന്ന് അന്വേഷിച്ച് പറഞ്ഞത് ചേന അച്ചാറായിരുന്നത്. ചേന കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ ചേന അച്ചാർ? എന്തായാലും ഞാൻ കഴിച്ചു. നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ ഇതുവഴി പോവുകയാണെങ്കിൽ ഈ കടയിലൊന്ന് കയറിക്കോളൂ. പ്രൊമോഷനായിട്ടൊന്നുമല്ല, ഫുഡ് അടിപൊളിയാണ്. ഈ ഒരു ഷോപ്പ് വരുന്നത് നമ്മുടെ എറണാകുളത്തോട്ട് പോകുന്ന മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ്. സമയം കിട്ടുമ്പോൾ ഒന്ന് പോയി കഴിക്കുക ഗൈസ്. ഇനി ഈ ബ്ലോക്കിൽ പെട്ട് ഞാൻ എപ്പോൾ ഇനി വീട്ടിലെത്തുമോ എന്തോ. ബൈ.